സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ സമരത്തിന് പിന്തുണ കുറയുന്നു. ഇന്ന് 502 ആശമാർ തിരികെ ജോലിയിൽ പ്രവേശിച്ചു. നിലവിൽ സമരത്തിലുള്ളത് 1690 ആശാപ്രവർത്തകർ മാത്രമാണ്. ശ്രീജ വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീജ, സംസ്ഥാനത്താകെ 26,000-ലധികം ആശാപ്രവർത്തകർ ഉള്ളതിൽ ഈ സമരത്തിന് ഇനി ബാക്കിയുള്ളത് 1690 പേർ മാത്രമാണ്. ഇന്ന് 502 പേർ ആശമാർ തിരികെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. സമരത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? ഏതായാലും ആശാപ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അത് ഒരു ചെറിയ വിഭാഗം മാത്രമാണ് ഈ രീതിയിൽ സമരം തുടർന്നത്. ഈ സമരം തുടരുന്നതിൽ ഓരോ ദിവസവും ആശമാരുടെ പിന്തുണ ഈ സമരത്തിന് കുറയുന്നു എന്നുള്ളതാണ് നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്ക് പ്രകാരം ഇന്ന് 502 പേർ കൂടി ജോലിയിൽ തിരികെ പ്രവേശിച്ചിരിക്കുകയാണ്. അതിന്റെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഇപ്രകാരമാണ്. ഈ 502-ൽ ഏറ്റവും കൂടുതൽ പേർ ജോലിയിൽ തിരികെ പ്രവേശിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. 225 പേരാണ് തിരികെ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. 117 പേർ പാലക്കാട് ജില്ലയിൽ ജോലിയിൽ തിരികെ പ്രവേശിച്ചപ്പോൾ കൊല്ലം ജില്ലയിൽ 114 പേരാണ് തിരികെ ജോലിയിൽ പ്രവേശിച്ചത്. ആലപ്പുഴയിൽ 46 പേരും. മറ്റൊന്നുള്ളത് ഒരു ആശാപ്രവർത്തക പോലും സമരത്തിൽ ഇല്ലാത്തതായി 4 ജില്ലകൾ കൂടി ഉണ്ട്. അത് പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളാണ്. സംസ്ഥാനത്താകെയായി 26,125 ആശാപ്രവർത്തകരാണ് ഉള്ളത്. അതിൽ ഇന്നിപ്പോൾ ഈ ജോലിയിൽ പ്രവേശിച്ചവരുടെ കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ ഇനി ശേഷിക്കുന്നത് 1690 ആശാപ്രവർത്തകർ മാത്രമാണ് നിലവിൽ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിൽ ഉള്ളത്, ആശാപ്രവർത്തകരായി ഉള്ളത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും നേരത്തെ തന്നെ നമുക്കറിയാം, സംസ്ഥാനത്തെ മുഴുവൻ ആശാപ്രവർത്തകരും ആദ്യഘട്ടത്തിൽ പ്രക്ഷോഭത്തിലേക്ക് കടന്നിരുന്നു. സംസ്ഥാന സർക്കാർ വിഷയത്തിൽ ഇടപെടുകയും തുടർന്ന് കുടിശ്ശികയടക്കം കൊടുക്കുന്നതിനുള്ള ധാരണയുമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് CIT ഉൾപ്പെടെയുള്ളവർ സമരത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിനുശേഷവും ഒരു ചെറിയ വിഭാഗം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടരുന്ന ഒരു പശ്ചാത്തലമായിരുന്നു. പക്ഷേ അവർ ഉന്നയിക്കുന്ന സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ആവശ്യങ്ങൾ, അതിനൊപ്പം തന്നെ കേന്ദ്രത്തിനെതിരെ ഒരു വിഷയം പോലും ആ രീതിയിൽ അവർ ആവശ്യപ്പെടാത്ത രീതിയിൽ ഉള്ളൊരു സമരവുമായി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും പക്ഷേ ഈ ഒരു സമരത്തിന് ആശമാരുടെ പിന്തുണ തന്നെ കുറയുന്നു ദിനം പ്രതി എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അന്ന.